ഇസ്രയേലിൽ ഈ ഹോസ്റ്റേജ് സ്ക്വയറിൽ നടന്ന വളരെ രസകരമായ സംഭവം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഹോസ്റ്റേജ് ഡീൽ, അതായത് ഇപ്പോൾ ഹമാസും ഇസ്രയേലും തമ്മിൽ കരാറിലെത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 20 പോയിന്റുകൾ അടങ്ങിയ ഒരു സമാധാന ഉടമ്പടിയുടെ ഭാഗമായാണ് ഈ വെടിനിർത്തലിലേക്ക് ഇപ്പോൾ എത്തിയത് എന്ന് നമുക്കറിയാം. അപ്പൊ അത്തരത്തിൽ ഇസ്രയേലി ജനങ്ങൾ വിശ്വസിക്കുന്നത് ട്രംപ് ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഹോസ്റ്റേജസ് റിലീസാകുന്നതും ഞങ്ങൾക്ക് ഞങ്ങളുടെ ബന്ദികളെ തിരിച്ചു കിട്ടുന്നതും. ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇതിന് യാതൊരു ക്രെഡിറ്റും ഇല്ലെന്നും അദ്ദേഹം വർഷങ്ങളായി ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് സമരം നടത്തി പലതും ചെയ്തിട്ടും അദ്ദേഹം ഞങ്ങളെ പരിഗണിച്ചില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ഇസ്രയേലികളും. എന്നാൽ ഒരുപാട് മാസങ്ങളായി എല്ലാ ശനിയാഴ്ചയും ടെല്ലവീവിലെ ഹോസ്റ്റേജ് സ്ക്വയറിൽ ഈ ബന്ദികളുടെ കുടുംബാംഗങ്ങളും അതുപോലെ നാട്ടുകാരുമൊക്കെ ഒരുമിച്ച് കൂടി അവർ വളരെ വിപുലമായ സമര പരിപാടികൾ നടത്തി വരികയാണ്. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ശനിയാഴ്ച അങ്ങനെ അവസാനത്തെ ഹോസ്റ്റേജസിന്റെ ഫാമിലിയുടെ ഒരുമിച്ച് കൂടൽ വളരെ വലിയ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള വളരെ വലിയ ഒരു പ്രോഗ്രാം അവിടെ നടക്കുകയും അതിൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ ജാരിഡ് കുഷ്നറും ആ പ്രോഗ്രാമിൽ നേരിട്ട് പങ്കെടുക്കുകയും അവർ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പേര് ഈ പ്രോഗ്രാമിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് അതിശക്തമായ കൂകലുണ്ടായി എന്നുള്ളതാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പേര് കേട്ടപ്പോൾ സദസ്സിൽ വളരെ ശക്തമായ കൂകലാണ് അനുഭവപ്പെട്ടത്. ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇതിൽ യാതൊരു റോളുമില്ലെന്നും താങ്ക് യു ട്രംപ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിനാണ് ഇതിൽ മുഴുവനും ക്രെഡിറ്റ് എന്നും അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫിനും ജാരിഡ് കുഷ്നർക്കും ഒക്കെയാണ് നന്ദി പറയേണ്ടതെന്നും സദസ്സിൽ നിന്ന് വളരെ ആർത്ത് വിളിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇസ്രയേലികൾ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഒരു ഭീകരനായ പ്രധാനമന്ത്രിയാണെന്നും അതുപോലെ ഭീകര സ്വഭാവം കാട്ടുന്ന ഞങ്ങളോട് പോലും ഒരു കരുണയും കാണിക്കാത്ത ഒരു പ്രധാനമന്ത്രിയായി നെതന്യാഹു മാറിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ഇസ്രയേലികളും എന്ന് പറയാതെ വയ്യ. തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള ചില ആളുകൾ ഈ ജൂതരാഷ്ട്രത്തിൽ ഉണ്ട്. അവർ മാത്രമാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന് സപ്പോർട്ടായി നിൽക്കുന്നത്. അവർ ഈ ഹമാസുമായുള്ള ഈ വെടിനിർത്തൽ കരാറ് അംഗീകരിക്കുന്ന വോട്ടെടുപ്പിൽ പോലും അതിനെതിരെ വോട്ട് ചെയ്ത് മാറി നിന്ന ആളുകളാണ്, അതിനെ എതിർത്ത ആളുകളാണ് ഈ തീവ്ര വലതുപക്ഷം എന്ന് പറയുന്നത്. അവർക്ക് യുദ്ധം, കൊല്ലുക, വീണ്ടും കൊല്ലുക, വീണ്ടും തകർക്കുക, ഇങ്ങനെയൊക്കെ മനസ്സുള്ള ഉദ്ദേശമുള്ള ഒരു വലിയ തീവ്രവാദികളാണ്.